നമസ്കാരം, ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ ബൈക്ക് മതിലിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് അത്തിക്കല്ലിലെ ആനക്കാട്ടിൽ ഖാലിദാണ് മരിച്ചത്. പൊന്നാനിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് അപകടത്തിൽ തലക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയ പൊന്നാനി കരമ്പന സ്വദേശി പുഴവക്കത്ത് വീട്ടിൽ രാജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂക്കോട്ടുംപാടം പാറക്കപ്പാടത്ത് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കാണാതായ പുത്തൻ വീട്ടിലെ ജയപ്രകാശ് എന്ന യുവാവിനെയാണ് പണി നടക്കുന്ന വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മയിലാടിയിൽ കാട്ടാനകളുടെ വിളയാട്ടത്തിൽ വ്യാപകമായി കൃഷി നശിച്ചു. നിലമ്പൂർ മയിലാടിയിലും നമ്പൂരിലെ പൊട്ടിയിലുമാണ് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത്. എടക്കരയിൽ 18 കിലോ കഞ്ചാവുമായി 4 അന്തർ സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശിനികളായ അബ്ദുറഹ്മാൻ, കരീം ഖാൻ, കുഷിബുൽ, അംജദ് ഖാൻ എന്നിവരെയാണ് SICP റോബർട്ട് ചിറ്റിലപ്പള്ളി അറസ്റ്റ് ചെയ്തത്. 1.5 മാസം മുൻപുണ്ടായ ബണ്ട് തകർച്ചയിൽ നരണിപ്പുഴ കുമ്മിപ്പാലം പാടശേഖരത്ത് മണ്ണ് മൂടിയതോടെ 10 ഏക്കറോളം ഭൂമി കൃഷി ഇറക്കാനാവാത്ത സ്ഥിതിയിൽ. നൂറടിത്തോട്ടിൽ നിന്നും പുറംകോളിൽ നിന്നും ഉണ്ടായ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കിനെ തുടർന്നാണ് പാടശേഖരത്തിന്റെ 75 മീറ്റർ ബണ്ട് തകർന്നു പോയത്. ഇതോടെ കൃഷി ഇറക്കാനാവാതെ ദുരിതത്തിലാണ് കർഷകർ. ജലനിധിയുടെ കിണർ വെള്ളം മലിനമെന്ന് പരാതി. എളാരൻ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിന് സമീപം 22 വർഷം മുൻപ് നിർമ്മിച്ച വലിയ കിണറിലാണ് മാലിന്യം നിറഞ്ഞത്. ഇതോടെ പരിസരത്തെ 100 കണക്കിന് കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടിലായത്. രോഗഭീഷണിയുണ്ടെന്നും അറിയിച്ചു. ശുചീകരിക്കാൻ നടപടിയായിട്ടില്ല. രണ്ടത്താണി ടൗണിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് NH ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. ഉപരോധ സമരത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. അരിപ്രക്കും തിരൂർക്കാടിനുമിടയിൽ കാവുംപിടിയിൽ നിർത്തിയിട്ട ബസിന് പിറകിൽ സ്കൂട്ടിയിടിച്ച് അപകടത്തിൽ പരിക്ക് പറ്റിയ യുവാവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.